ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് ക്ലാസ് 12th ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.6 ആണ് ചെയ്യാൻ വേണ്ടി പോണത്. ക്വസ്റ്റ്യൻ ഭയങ്കര നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നല്ല ഇത് ക്വസ്റ്റ്യൻ എക്സാംസിനെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. In a parallel plate capacitor with air between the plates, each plate has an area of 6 into 10 raised to minus 3 meter square and the distance between the plates is 3 millimeter. Calculate the capacitance of the capacitor. If this capacitor is connected to a 100 volt supply, what is the charge on each plate of the capacitor? അതായത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇടയിൽ എയർ ആണ് എന്ത് മീഡിയം അല്ലെ, എയർ ആണ് മീഡിയം. ആൻഡ് ഹാസ് ആൻ ഏരിയ ഓഫ് ഓരോ പ്ലേറ്റിന്റെ ഏരിയ എന്താണ് 6 into 10 raised to minus 3 meter square ആണ്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഇസ് 3 millimeter. അല്ലെ, എയർ ആണ് മീഡിയം, ഓരോ പ്ലേറ്റിന്റെ ഏരിയ 6 into 10 raised to minus 3 meter square ആണ്. സോ അത് നമ്മളിവിടെ എഴുതി കഴിഞ്ഞാല് എ is equal to എത്രയാണ്? A is equal to 6 into 10 raised to minus 3 meter square അല്ലെ. ആൻഡ് ഡി എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. സോ ഡിയുടെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? 3 millimeter അല്ലെ, 3 millimeter. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ. സോ ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. ദാറ്റ് ഈസ് സി ഇസ് ഈക്വൽ ടു എന്താണ്? എപ്സൈലൻ എ ബൈ ഡി ആണ് അല്ലെ, എപ്സൈലൻ എ ബൈ ഡി. ഇവിടെ നമ്മുടെ മീഡിയം എന്ന് പറയുന്നത് എയർ ആണ് അല്ലെ. പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള നമ്മുടെ ഡൈഇലക്ട്രിക് മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. അപ്പോ അതിന്റെ ഇടയിൽ ഡൈഇലക്ട്രിക്കിനെ ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല അല്ലെ. പ്ലേറ്റ്സിന്റെ ഇടയിൽ ഡൈഇലക്ട്രിക്കിനെ ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. സോ ഈ എപ്സൈലൻ എന്തായിട്ട് മാറും? എപ്സൈലൻ നോട്ട് ആയിട്ട് മാറും. എപ്സൈലൻ എന്തായിട്ട് മാറും? എപ്സൈലൻ നോട്ട് ആയിട്ട് മാറും. എപ്സൈലൻ നോട്ട് എ ബൈ ഡി. സോ ഇതിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കപ്പാസിറ്റൻസ് എന്ത് വരും? സി ഇസ് ഈക്വൽ ടു എപ്സൈലൻ നോട്ട് എന്ന് പറയുന്നത് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിന്റെ വാല്യൂ എത്രയാണ്? 8.85 into 10 raised to minus 12 into എ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ദി പ്ലേറ്റ്സ്, ദാറ്റ് ഈസ് 6 into 10 raised to minus 3 അല്ലെ. 6 into 10 raised to minus 3 whole divided by ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അത് 3 millimeter ആണ്. സോ 3 millimeterനെ മീറ്ററിലേക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. സോ 3 into 10 raised to minus 3 എന്ന് നമുക്ക് വരും. സോ നമുക്ക് ആൻസർ എന്ത് വരും? കപ്പാസിറ്റൻസ് വരാം 1.77 into 10 raised to minus 11 ഫാരഡ് എന്ന് വരും. 1.77 into 10 raised to minus 11 ഫാരഡ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്തെഴുതാം? അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 17.7 പൈക്കോ ഫാരഡ് എന്ന് എഴുതാം. 17.7 പൈക്കോ ഫാരഡ് നമുക്ക് എഴുതാം. സോ ഇതാണ് നമ്മുടെ എ പാർട്ടിന്റെ ആൻസർ. അതായത് കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് നമ്മള് ഈ കപ്പാസിറ്ററിലേക്ക് 100 വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാല് വാട്ട് ഇസ് ദ ചാർജ് ഓൺ ഈച്ച് പ്ലേറ്റ് ഓഫ് ദി കപ്പാസിറ്റർ എന്നാണ് ചോദ്യം. സോ നമുക്കറിയാം ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വി ആണ് അല്ലെ. ചാർജ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് അപ്ലൈഡിന് ഈക്വൽ ആണ് അല്ലെ. ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വി. ഈ കപ്പാസിറ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? കപ്പാസിറ്റൻസ് ചാർജിനെയോ അല്ലെങ്കിൽ വോൾട്ടേജിനെയോ എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം എന്താണ്? നമ്മള് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാണ്?
വോൾട്ടേജിനെയും ചാർജിനെയും അത് എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജും അതിന്റെ ഒപ്പം എന്ത് ചെയ്യാണ്, കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്രീസ് ആവാണ്. സി ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണ്. ഈ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കപ്പാസിറ്റൻസ് എന്താ പറയാ, ചാർജിനെയും അതേപോലെ തന്നെ വോൾട്ടേജിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് തോന്നും. പക്ഷെ റിയാലിറ്റിയിൽ എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യണില്ല. കാരണം വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാല് വോൾട്ടേജ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാല് അതിന്റെ ഒപ്പം കറസ്പോണ്ടിങ് ആയിട്ട് എന്തും കൂടാണ്, ചാർജും കൂടാണ് അല്ലെ? കറസ്പോണ്ടിങ് ആയിട്ട് ചാർജും കൂടാണ്. സോ അത് കാരണം കപ്പാസിറ്റൻസ് ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല, ചാർജിനെയും വോൾട്ടേജിനെയും എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല അല്ലെ? കപ്പാസിറ്റൻസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? കപ്പാസിറ്റൻസ് ഏരിയ ഓഫ് ദി പ്ലേറ്റ്സിനെയും അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ അല്ലെ? പ്ലേറ്റ്സിന്റെ ഏരിയയും അതേപോലെ തന്നെ അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഈ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കപ്പാസിറ്റൻസ് ചാർജിനെയും വോൾട്ടേജിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ ശരിക്കും അങ്ങനെ എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം വോൾട്ടേജ് കൂട്ടി കഴിഞ്ഞാൽ ചാർജും അതിന്റെ ഒപ്പം കറസ്പോണ്ടിങ് ആയിട്ട് കൂടാണ് അല്ലെ? അപ്പൊ അങ്ങനെ കൂടുന്ന സമയത്ത് ആ റേഷ്യോ എന്തായി നിൽക്കും, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതേപോലെ തന്നെ വോൾട്ടേജ് കുറയണ സമയത്ത്, നമ്മൾ വോൾട്ടേജ് കുറയ്ക്കണ സമയത്ത് ചാർജ് അതിന്റെ ഒപ്പം എന്ത് ചെയ്യാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് കുറയാണ്. അതിൽ സ്റ്റോർ ചെയ്യണ ചാർജും കുറയാണ്. സോ അതിന്റെ ഒപ്പം കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുക. കാരണം കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെ എന്താണ്, റേഷ്യോ ആണ്. സോ ഞാൻ പറഞ്ഞു തന്നത് കപ്പാസിറ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അപ്ലൈഡ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. കപ്പാസിറ്റൻസ് അപ്ലൈഡ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. സോ അപ്പോ എന്താണ് ഇക്വേഷൻ? ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വി എന്നാണ് അല്ലെ? ഇതിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷന് നമുക്ക് ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വി എന്ന് കിട്ടും. ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വി. സോ സി എത്രയാണ്? സി എന്ന് പറയുന്നത് 17.7 പൈക്കോ ഫാരഡ് ആണ്, അല്ലെങ്കിൽ 1.77 ഇൻറ്റു 10⁻⁻11 10⁻⁻11 ഫാരഡ് ഇൻറ്റു അപ്ലൈഡ് വോൾട്ടേജ് എത്രയാണ്? 100 വോൾട്ട് അല്ലെ? 100 വോൾട്ട്. സോ ദാറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 1.77 ഇൻറ്റു 10⁻⁹ ഫാരഡ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1.77 നാനോ ഫാരഡ് അല്ലെ? നാനോ ഫാരഡ്. സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ടിന്റെ ആൻസർ. കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ 17.7 പൈക്കോ ഫാരഡ്. അതില് നമ്മൾ 100 വോൾട്ട് സപ്ലൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റോർ ആവുന്ന ചാർജ് 1.77 നാനോ ഫാരഡ് അല്ല, നാനോ കൂളം. വെരി സോറി, നാനോ കൂളം അല്ലേ, ചാർജ് അല്ലേ, നാനോ കൂളം. സോ എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്തത് ഈ രണ്ട് ഇക്വേഷൻസ് ആണ്. ഒന്ന് സി ഇസ് ഈക്വൽ ടു എപ്സൈലൻ എ ബൈ ഡിയും അല്ലെ, ഈ ഇക്വേഷനും. അതേപോലെ രണ്ടാമത് യൂസ് ചെയ്തത് ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു വിയും. ഈ രണ്ട് ഇക്വേഷനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ യൂസ് ചെയ്തത്. എല്ലാവർക്കും ഈ ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ്.